നമസ്കാരം. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ അടിച്ചിരിക്കുമെന്ന് അമേരിക്ക ആവർത്തിച്ചു പറയുമ്പോൾ, തറപ്പിച്ചു പറയുമ്പോൾ, വ്ളാഡിമിർ പുടിൻ പറയുന്നത്, അമേരിക്കയോട് പറയുന്നത് ഡോൺ മൂവ് എന്നാണ്, അനങ്ങിപ്പോകരുത്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിച്ചാൽ അതിന്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കും, വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകും. ഇറാന്റെ പ്രത്യാക്രമണം ഉണ്ടാകും, ഗൾഫ് മേഖലയിൽ വ്യാപകമായി നാശനഷ്ടങ്ങൾ ഉണ്ടാകും. അമേരിക്കയുടെ സൈനിക ബേസുകൾക്ക് വലിയ കേടുപാടുകൾ സംഭവിക്കും, ജീവഹാനി ഉണ്ടാകും. ഇത്തരത്തിലുള്ള പ്രത്യാഘാതം മുന്നിൽ കണ്ടുകൊണ്ട് വേണം ഇറാനെ ആക്രമിക്കാൻ. അത് മനസ്സിലാക്കാൻ ശ്രമിക്കണം. പരമാവധി നയതന്ത്ര ശ്രമങ്ങളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കണം. അല്ലാതെ ഇറാനെതിരായിട്ടുള്ള സൈനിക നീക്കം ഒരിക്കലും അത് വിജയിക്കാനുള്ള സാധ്യതയില്ല എന്ന കൃത്യമായ ഒരു ഉപദേശം വ്ളാഡിമിർ പുടിൻ ഇപ്പോൾ വാഷിംഗ്ടണിന് കൊടുത്തിരിക്കുകയാണ്. അത്തരത്തിലുള്ള വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ ഇറാനെ ആക്രമിക്കുമെന്ന് അമേരിക്ക പറയുമ്പോൾ അമേരിക്കക്ക് പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ട് ഇവിടെ ചൈന പടക്കപ്പലുകളുമായി ഇറങ്ങിയിരിക്കുകയാണ്. 19ഓളം പടക്കപ്പലുകൾ തായ്വാന് ചുറ്റും ഇവിടെ ചൈന വിന്യസിച്ചു കഴിഞ്ഞു. 50ഓളം ഫൈറ്റർ ജെറ്റുകളും ചൈന ഒരുക്കിയിട്ടുണ്ട്. അതായത് അങ്ങനെ അങ്ങ് ഇറാനെ പോയി ആക്രമിക്കണ്ട, അങ്ങനെ അങ്ങ് ആക്രമിക്കാനാണ് നിങ്ങളുടെ പദ്ധതിയെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ഭാഗത്ത് കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ ഞങ്ങൾക്ക് കഴിയും. ചൈന അതിശക്തമായ ഒരു ഭീഷണിയാണ് ഇപ്പോൾ അമേരിക്കക്കെതിരെ ഉയർത്തിയിരിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ അമേരിക്ക അസ്വസ്ഥരാണ്. കാരണം ഇറാനെ ആക്രമിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോൾ മറ്റൊരു ഭാഗത്ത് ചൈന അമേരിക്കക്ക് ഒരു വെല്ലുവിളിയാകുന്നു. അതായത് മുന്നോട്ടുള്ള യാത്ര അത്ര സുഗമമായിരിക്കില്ല. നേരത്തെ പല വാർത്തകളും പുറത്തു വന്നിരുന്നു. ഇവിടെ ചൈനയും റഷ്യയും ഇറാനും ഒക്കെ ഒന്നിക്കും, അമേരിക്കയും ഇസ്രായേലും ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഇപ്പുറത്ത് മോശം വരുത്തില്ല, റഷ്യയും ചൈനയും ഇറാനും ഒക്കെ ഒരുമിച്ച് നിന്നുകൊണ്ട് അതിനെ നേരിടും എന്ന വാർത്തകളാണ് പുറത്തു വന്നിരുന്നത്.